ഇവിടെ ഇപ്പോൾ വീട്ടിലെ ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്താ അറിയോ, എല്ലാ അൽമാരിയിലും എൻ്റെ ചുരിദാറും സാരിയാന്നാ. മൂപ്പർക്ക് ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ലാന്ന്. കുറച്ച് സത്യം ഇല്ല, അതില്ല കേട്ടോ. മോന്റെ കല്യാണക്കാലത്ത് അറിയാതെ കുറച്ച് സാരിയും ചുരിദാറിന്റെ ഒക്കെ റീൽസൊക്കെ ഒന്ന് നോക്കിപ്പോയി. അതിനുശേഷം ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം തുറന്ന എന്റെ ഫീഡില് സാരിയും ചുരിദാറും പണ്ടങ്ങളും ഇത് മാത്രമേ വരും. പിന്നെ നമ്മുടെ ഫേമസ് അല്ല ഇൻഫേമസ് മൂൺ ഗോഡസ്, ഞാനൊരു 800 രൂപ കൊടുത്തൊരു ചുരിദാർ ബുക്ക് ചെയ്തു. 8 മാസം 9 മാസം അതെ, ഒരു കുട്ടി ഉണ്ടാവാനുള്ള സമയം, ഇത്രയും സമയം അവർക്ക് ഞാൻ കൊടുത്തു കേട്ടോ. എന്നിട്ടും കിട്ടാണ്ടായപ്പോ ഫോൺ ചെയ്തു, DM ചെയ്തു, എവിടെ ഒരു ഡ്രസ്സും ഇല്ല. അവസാനം 11,000 രൂപയ്ക്ക് ഒരു കോമ്പൻസേഷൻ അങ്ങോട്ട് ചോദിച്ചൊരു ലെറ്റർ അയച്ചു. ദോഷം പറയാൻ പാടില്ല കേട്ടോ, ഒരാഴ്ചക്കുള്ള സാധനം കിട്ടി. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും എനിക്ക് DM ചെയ്യുന്നുണ്ട്. മൂൺ ഗോഡസിന്റെ സ്കാമിന്റെ എന്തൊക്കെയോ വീഡിയോസൊക്കെ ഇല്ലേ, അതൊക്കെ. ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോൾ അച്ഛന് ബോണസ് കിട്ടുമ്പോഴാകെ ഷോപ്പിംഗ് ചെയ്യുക. അമ്മയ്ക്കൊരു സാരി, ഞങ്ങൾക്ക് കുട്ടികൾക്ക് 2 ഡ്രസ്സ്. കഴിഞ്ഞു ആ കൊല്ലത്തെ ഷോപ്പിംഗ്. പിന്നെ 2-3 ഡ്രസ്സ് ഒരുമിച്ചെടുത്തത് എപ്പോഴറിയോ, ഞാൻ 8th or 9th പഠിക്കുമ്പോൾ ഒരു ട്യൂഷന് കൊണ്ടുപോയി ചേർത്തു. അപ്പോഴാ ട്യൂഷനൊന്നും വലിയ വർക്കത്തായില്ല കേട്ടോ, ഡ്രസ്സിന് കുറെ കാശ് ചെലവായത് മാത്രം. പിന്നെ കേമായിട്ട് ഡ്രസ്സ് തുന്നിച്ചത് എനിക്ക് ഓർമ്മയുള്ളത് എപ്പോഴറിയോ, 10th ക്ലാസ്സിലെ ഫെയർവെല്ലിന് അമ്മയും ഞാനും കൂടി പിങ്ക് കളറിലുള്ള തുണി എടുത്തിട്ട് മാനാഞ്ചിറ മൈതാനത്തിന്റെ അടുത്ത് എവിടെ ഒരു ടൈലർ ഷോപ്പിലാണ് കൊണ്ടുപോയി കൊടുത്തത്. അതുവരെ അച്ഛന്റെ ഷർട്ടും എന്റെ പാവാടയും അനിയന്റെ ട്രൗസറൊക്കെ ഒരാൾ തന്നെ തുന്നിയിരുന്നേ. അമ്മ വിചാരിച്ചിട്ടുണ്ടാവും 10th ക്ലാസ്സിലെ ഫെയർവെല്ലല്ലേ, ഇത്തിരി കേമായിക്കോട്ടേന്ന്. അതെ, നമ്മളിപ്പോൾ എന്താ പറഞ്ഞു വന്നത്, ഇൻസ്റ്റാഗ്രാമും ഷോപ്പിങ്ങിനെയൊക്കെ പറ്റിയിട്ട് അല്ലേ. എൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാന്നേ, എൻ്റെ ബഡ്ജറ്റാണ് ഭയങ്കര അൺഫ്രണ്ട്ലി. ജോക്സ് അപ്പാർട്ട്, നമ്മൾ രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുമ്പോൾ സേവൊക്കെ ചെയ്യണം. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനും ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാനും അതിനും പൈസ സേവ് ചെയ്യണം. ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ വില കൂടിയതാവണമെന്ന് ആരാ പറഞ്ഞേ? സാരി 500-ൻ്റെയോ 5000-ൻ്റെയോ ആവാം, കാണാൻ ഭംഗിയുണ്ടായാൽ പോരെ. മനുഷ്യന്റെ കാര്യമാണ്. ദേ ഇന്നിപ്പോൾ ഈ നിൽക്കണു, നാളെ ടപ്പേന്ന് പറഞ്ഞൊരു വീഴ്ച വീണ ആ സാരിയൊക്കെ അവിടെ വെറുതെ അലമാരിയിലിരിക്കും. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഷോപ്പിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോഴോ ആ നല്ല ഭംഗിയുള്ള മടക്കി വെച്ച സാരിയില്ലേ, അതങ്ങോട്ട് എടുത്ത് ഉടുക്കൂന്നേ. എന്നിട്ട് എന്താ വേണ്ടേ, ഒരു 4-5 ഫോട്ടോ എടുക്കുക, ആ സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ അങ്ങോട്ട് ഇടുക. അത് കാണുമ്പോൾ കുറച്ച് നല്ല മനസ്സുള്ള ആൾക്കാർ നല്ല ഭംഗിയുണ്ടെന്ന് പറയില്ലേ, അത് കേൾക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, ഒരു ഫുൾ ചിക്കൻ ബിരിയാണി കഴിച്ചാൽ കിട്ടില്ല കേട്ടോ.